number of integers which are divisible by 2, 3 or 5 അല്ലേ എസ് എന്ന് പറഞ്ഞ സെറ്റ് 1 തൊട്ട് 500 വരെ തന്നിരിക്കുകയാണ്. അതിനകത്ത് നമ്പർ ഓഫ് ഇൻറ്റിജേഴ്സ് divisible by 5 കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പം നമുക്ക് ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യമുണ്ട്. ഇപ്പോൾ 500 വരെയുള്ള നമ്പേഴ്സ് ആണല്ലോ. നമ്പർ ഓഫ് ഇൻറ്റിജേഴ്സ് divisible by 3 കണ്ടുപിടിക്കാൻ എളുപ്പത്തിൽ പറയാം. 1 തൊട്ട് 10 വരെയുള്ള നമ്പേഴ്സ് 1, 2 etc. 10. നമ്പർ ഓഫ് ഇൻറ്റിജേഴ്സ് divisible by 3 കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? 1 തൊട്ടാണെങ്കിൽ 10 ഡിവൈഡഡ് ബൈ 3 എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഇൻറ്റിജർ പാർട്ട് എടുക്കുക. ഇൻറ്റിജർ പാർട്ട് എടുത്തു കഴിയുമ്പോഴത്തേക്കും നമുക്ക് എന്ത് കിട്ടും? 10/3 എന്ന് പറയുമ്പോൾ 3.3 അല്ലേ, അപ്പം വിച്ച് ഇസ് ഈക്വൽ ടു 3. അപ്പോൾ അതായത് 3 ഉണ്ട്, 6 ഉണ്ട്, 9 ഉണ്ട്. അപ്പോൾ 3 നമ്പേഴ്സ് അല്ലേ. അപ്പോൾ നമ്പർ ഓഫ് ഇൻറ്റിജേഴ്സ് divisible by 3 കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഡിവൈഡഡ് ബൈ 3 എടുത്തിട്ട് അതിൻ്റെ ഇൻറ്റിജർ പാർട്ട് എഴുതിയാൽ മതി. അപ്പോൾ അതേപോലെ 500 ആണെങ്കിൽ എന്ത് ചെയ്താൽ മതി? 500 ഡിവൈഡ് ബൈ 3 എടുക്കുക, അതിൻ്റെ ഇൻറ്റിജർ പാർട്ട് എടുക്കുക. അപ്പോൾ ജനറലി പറഞ്ഞു കഴിഞ്ഞാൽ 1 തൊട്ട് 500 വരെയുള്ള നമ്പേഴ്സിൽ നമ്പർ ഓഫ് ഇൻറ്റിജേഴ്സ് വിച്ച് ആർ divisible by n കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? 500 ഡിവൈഡഡ് ബൈ n എടുക്കുക, അതിൻ്റെ ഇൻറ്റിജർ പാർട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്പർ ഓഫ് ഇൻറ്റിജേഴ്സ് divisible by n എത്രയാണെന്ന് കിട്ടും. 1 തൊട്ടാണെങ്കിലാണ് പറയുന്നത്. ഓക്കെ, ഇനിയും 2 നമ്പേഴ്സ് ഉണ്ട്, എ ബി എന്ന് പറഞ്ഞ 2 നമ്പേഴ്സ് ഉണ്ട്. അപ്പം നമ്പർ ഓഫ് ഇൻറ്റിജേഴ്സ് divisible by both എ ആൻഡ് ബി കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? 500നെ LCM ഓഫ് എ ബി കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഇൻറ്റിജർ പാർട്ട് എടുക്കുക. ഓക്കെ, എയും ബിയും കൊണ്ട് ഒരേ സമയത്ത് ഡിവൈഡ് ചെയ്യുന്ന നമ്പേഴ്സ് വേണം. അപ്പോൾ അതിനുവേണ്ടി എന്ത് ചെയ്യേണ്ടത്? 500 ഡിവൈഡഡ് ബൈ LCM ഓഫ് എ ആൻഡ് ബി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് ഇൻറ്റിജേഴ്സ് divisible by both എ ആൻഡ് ബി കിട്ടും. ഇത് രണ്ടും ഉണ്ടെങ്കിലാണ് നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യമേ നമുക്ക് ഒരു ജനറൽ ഒരു സെറ്റ് ഡിഫൈൻ ചെയ്യാം. ബി കെ എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ എക്സ് ബിലോങ്സ് ടു എസ് സച്ച് ദാറ്റ് എക്സ് ഇസ് divisible ബൈ ഈ ഇൻറ്റിജർ കെ. ഓക്കെ, ബി കെ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഇൻറ്റിജേഴ്സ് ബി കെ എന്ന് പറയുന്ന സെറ്റ് ഓഫ് ഓൾ ഇൻറ്റിജേഴ്സ് ഫ്രം 1 to 500 വിച്ച് ആർ divisible ബൈ കെ ആണ്. അപ്പം നമുക്ക് വേണ്ടിയത് നമ്പർ ഓഫ് ഇൻറ്റിജേഴ്സ് വിച്ച് ആർ divisible ബൈ 2, 3 or 5. അപ്പം നമുക്ക് വേണ്ടിയത് B2 യൂണിയൻ B3 യൂണിയൻ B5 ആണ് വേണ്ടിയത്. ഓക്കെ, നമ്പർ ഓഫ് ഇൻറ്റിജേഴ്സ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ കാർഡിനാലിറ്റി ഓഫ് B2 യൂണിയൻ B3 യൂണിയൻ B5 ആണ് വേണ്ടി. കാർഡിനാലിറ്റി ഓഫ് B2 എന്ത് വരും? നമ്പർ ഓഫ് ഇൻറ്റിജേഴ്സ് divisible ബൈ, അതായത് B2 എന്ന് പറയുമ്പോൾ സെറ്റ് ഓഫ് ഓൾ ഇൻറ്റിജേഴ്സ് divisible ബൈ 2 ആ. ഓക്കെ, അപ്പം നമ്പർ ഓഫ് ഇൻറ്റിജേഴ്സ് divisible ബൈ 2 കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? 500 ഡിവൈഡഡ് ബൈ 2 ചെയ്തിട്ട് അതിൻ്റെ ഇൻറ്റിജർ പാർട്ട് എടുക്കുക. 500 ഡിവൈഡ് ബൈ 2 അതിൻ്റെ ഇൻറ്റിജർ പാർട്ട്. സോ ദിസ് ഇസ് ഈക്വൽ ടു 250. B3 എന്ന് പറയുമ്പോൾ എന്താ? നമ്പർ ഓഫ് ഇൻറ്റിജേഴ്സ് divisible ബൈ 3. എന്ത് ചെയ്താൽ മതി? 500 ഡിവൈഡഡ് ബൈ 3 എടുത്തിട്ട് അതിൻ്റെ ഇൻറ്റിജർ പാർട്ട് വിച്ച് ഇസ് ഈക്വൽ ടു 166 ഡിവൈഡ് ബൈ 3 ചെയ്ത് നോക്കിയിട്ട് ഇൻറ്റിജർ പാർട്ട് എടുത്താൽ മതി. കാർഡിനാലിറ്റി ഓഫ് B5 എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് ഇൻറ്റിജേഴ്സ് divisible ബൈ 5. ഓക്കെ, വിച്ച് ഇസ് ഈക്വൽ ടു 100. അപ്പോൾ ഇത് നമുക്ക് കാർഡിനാലിറ്റി ഓഫ് B2 കിട്ടി, കാർഡിനാലിറ്റി ഓഫ് B3 കിട്ടി, കാർഡിനാലിറ്റി ഓഫ് B5 കിട്ടി. ഇനി നമ്മൾ പ്രിൻസിപ്പൽ ഓഫ് ഇൻക്ലൂഷൻ ആൻഡ് എക്സ്ക്ലൂഷൻ ചെയ്യാൻ പോവാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കാർഡിനാലിറ്റി ഓഫ് B1 യൂണിയൻ B2 യൂണിയൻ B3 എന്ന് പറയുന്നത് എന്താ? കാർഡിനാലിറ്റി ഓഫ് B1 പ്ലസ് കാർഡിനാലിറ്റി ഓഫ് B2 പ്ലസ് കാർഡിനാലിറ്റി ഓഫ് B3. അതായത് ഇങ്ങനെ ചെയ്യാൻ നേരം നമുക്ക് കോമൺ ആയിട്ടുള്ളത് പലവട്ടം എണ്ണിയിട്ടുണ്ട് അല്ലേ. B1 B2 ഒരേ സമയത്തുള്ളത് നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. B2 B3 ഒരേ സമയത്തുള്ള നമ്പേഴ്സ് രണ്ടിനകത്തും ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പ്രിൻസിപ്പിൾ ഓഫ് ഇൻക്ലൂഷൻ എക്സ്ക്ലൂഷൻ അപ്ലൈ ചെയ്യണം. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണം? ഇൻ്റർസെക്ഷൻ ഉള്ളതെല്ലാം നമ്മൾ ഡിലീറ്റ് ചെയ്യുക. B1 ഇൻ്റർസെക്ഷൻ B2 ഒരു പ്രാവശ്യം ഡിലീറ്റ് ചെയ്യുക. കാർഡിനാലിറ്റി ഓഫ് B2 ഇൻ്റർസെക്ഷൻ B3 മൈനസ് കാർഡിനാലിറ്റി ഓഫ് B1 ഇൻ്റർസെക്ഷൻ B3. ഇനി ഇങ്ങനെ ഡിലീറ്റ് ചെയ്തപ്പോൾ ഇതിനകത്ത് കോമൺ ആയിട്ടുള്ളത് മൂന്നിലും കൂടെ കോമൺ ആയിട്ടുള്ളതെല്ലാം നമ്മൾ ഡിലീറ്റ് ചെയ്ത് പോയി. സോ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ B1 ഇൻ്റർസെക്ഷൻ B2 ഇൻ്റർസെക്ഷൻ B3 നമ്മൾ ആഡ് ചെയ്തു. അപ്പോൾ ഇനി നമുക്ക് ഈ 4 ടേംസ് കണ്ടുപിടിക്കാനുണ്ട്. കാർഡിനാലിറ്റി ഓഫ് B1 ഇൻ്റർസെക്ഷൻ B1 അല്ല B2 B3 B5 3 2 5 3 5. ഓക്കെ, B2 B3 B5. അപ്പോൾ കാർഡിനാലിറ്റി ഓഫ് ആദ്യമേ B2 ഇൻ്റർസെക്ഷൻ B3 നമുക്ക് നോക്കാം. B2 ഇൻ്റർസെക്ഷൻ B3 എന്ന് പറയുമ്പോൾ ഒരേ സമയത്ത് 2ഉമായിട്ടും 3ഉമായിട്ടും divisible ആയിട്ടുള്ളത്. അപ്പോൾ എന്ത് ചെയ്താൽ മതി? 500 ഡിവൈഡഡ് ബൈ LCM ഓഫ്
2 3. LCM of 2 3 എന്താ, അതിൻ്റെ ഇൻറ്റിജർ പാർട്ട് എടുക്കണം. അതായത് 500 ഡിവൈഡ് ബൈ 2 3 LCM എന്ന് പറയുന്നത് 6. ഓക്കെ, 500 ഡിവൈഡ് ബൈ 6 ചെയ്യാൻ നേരം വിച്ച് ഇസ് ഈക്വൽ ടു 83 പോയിന്റ് എന്നാണ് വരുന്നത് 83. ഇനി കാർഡിനാലിറ്റി ഓഫ് B2 ഇൻ്റർസെക്ഷൻ B5 എന്താണെന്ന് നോക്കാം. B2 ഇൻ്റർസെക്ഷൻ B5 എന്ന് പറയുമ്പോൾ 500 ഡിവൈഡ് ബൈ LCM ഓഫ് 2 and 5 അല്ലേ, അതിൻ്റെ ഇൻറ്റിജർ പാർട്ട്. LCM ഓഫ് 2 and 5 എന്താ, 2 and 5 എന്ന് പറയുമ്പോൾ 10 വിച്ച് ഇസ് ഈക്വൽ ടു 50. ഇനിയും കാർഡിനാലിറ്റി ഓഫ് B3 ഇൻ്റർസെക്ഷൻ B5 അതെന്ത് വരും, ഇൻറ്റിജർ പാർട്ട് 500 ഡിവൈഡ് ബൈ LCM ഓഫ് 3 and 5. 3 and 5ൻ്റെ LCM എന്ന് പറയുമ്പോൾ 500 ഡിവൈഡ് ബൈ 50 വിച്ച് ഇസ് ഈക്വൽ ടു 33 പോയിന്റ് വരുന്നത് വിച്ച് ഇസ് ഈക്വൽ ടു 33. ഇനി കാർഡിനാലിറ്റി ഓഫ് B2 ഇൻ്റർസെക്ഷൻ B3 ഇൻ്റർസെക്ഷൻ B5 എന്ത് വരും, 500 ഡിവൈഡ് ബൈ LCM ഓഫ് 2 3 5 മൂന്നിൻ്റെയും കൂടെ LCM അതിൻ്റെ ഇൻറ്റിജർ പാർട്ട് വിച്ച് ഇസ് ഈക്വൽ ടു 500 ഡിവൈഡ് ബൈ മൂന്നിൻ്റെയും കൂടെ LCM എന്ന് പറയുമ്പോൾ 30. സോ ദിസ് ഇസ് ഈക്വൽ ടു 16 പോയിന്റ് ഏതാണ്ട് വരും. So therefore cardinality of B2 union B3 union B5 എന്ത് വരും, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. B2 എന്ന് പറയുമ്പോൾ കാർഡിനാലിറ്റി ഓഫ് B2 എന്ന് പറയുന്നത് 250 250 166 100 166 പ്ലസ് 100 മൈനസ് ചെയ്യേണ്ടി എന്തൊക്കെയാണ്, 83 50 33 83 50 33 പ്ലസ് ഇത് 16 വിച്ച് ഇസ് ഈക്വൽ ടു 366 എന്ന് കിട്ടും. ഇനി നമ്മൾ അടുത്തൊരു GPI അതായത് ജനറലൈസ്ഡ് പ്രിൻസിപ്പിൾ ഓഫ് ഇൻക്ലൂഷൻ എക്സ്ക്ലൂഷൻ പറയുന്നതിന് മുമ്പേ ഒരു സെറ്റിനെ ഡിഫൈൻ ചെയ്യുന്ന രീതി പറയാണ്. അതായത് എക്സ് ഒരു സെറ്റിൻ്റെ എലമെൻ്റ് ആണെങ്കിൽ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും എക്സ് പൊസസ് പ്രോപ്പർട്ടി പി. അതായത് ഓരോ സെറ്റിനും കറസ്പോണ്ടിങ് നമുക്കിങ്ങനെ ഒരു പ്രോപ്പർട്ടി ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ എക്സ് ഈക്വൽ ടു സെറ്റ് 1 2 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ ഇൻറ്റിജേഴ്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 എന്ന് പറഞ്ഞാൽ പോരെ. സെറ്റ് ഓഫ് ഓൾ പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് എന്ന് പറയുന്ന സെറ്റ് എന്ത് വരും, അല്ലെങ്കിൽ എ എന്ന് പറയുന്ന സെറ്റ് എന്ത് വരും, സെറ്റ് 1 2 3 എന്ന് വരും. മനസ്സിലായോ? സെറ്റ് ഓഫ് ഓൾ പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 ഏതൊക്കെയാണ്, 1 2 3. അതായത് നമ്മൾ ഈ സെറ്റിന് കറസ്പോണ്ടിങ് നമ്മളിങ്ങനെ ഒരു പ്രോപ്പർട്ടി ഡിഫൈൻ ചെയ്തു. അപ്പോൾ ഏതൊരു സെറ്റ് എടുത്താലും അതിന് കറസ്പോണ്ടിങ് നമുക്കിങ്ങനെ ഒരു പ്രോപ്പർട്ടി ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഈ പ്രോപ്പർട്ടി വെച്ചിട്ടാണ് നമ്മൾ സെറ്റിനെ പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മളൊരു ഫോർ എക്സാമ്പിൾ യൂണിവേഴ്സൽ സെറ്റ് എക്സ് ഈക്വൽ ടു സെറ്റ് 1 2 3 എക്സെട്ര 10 ആണെന്ന് വെച്ചോ. എ ഈക്വൽ ടു നമുക്ക് സെറ്റ് പ്രോപ്പർട്ടി പി എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ ഇൻറ്റിജേഴ്സ് ലെസ് ദാൻ 5 ആണെന്ന് വെച്ചു. അപ്പോൾ എ ഈക്വൽ ടു എന്ന് പറയുന്നത് എന്താ, സെറ്റ് ഓഫ് ഓൾ ഇൻറ്റിജേഴ്സ് ലെസ് ദാൻ 5 എന്ന് പറഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് സബ്സെറ്റ് എന്ന് പറയുന്നത് എന്താ, 1 2 3 4 അല്ലേ. ഇതാണ് പ്രോപ്പർട്ടി പി സാറ്റിസ്ഫൈ ചെയ്യുന്ന സബ്സെറ്റ്. അപ്പം നമുക്ക് എ ഈക്വൽ ടു സെറ്റ് 1 2 3 4 ഡിഫൈൻ ചെയ്യുന്നതിന് പകരം എ ഈക്വൽ ടു എന്തെന്ന് പറഞ്ഞാൽ മതി, സെറ്റ് ഓഫ് ഓൾ എക്സ് എസ് ദാറ്റ് എക്സ് പൊസസ് പ്രോപ്പർട്ടി പി എന്നങ്ങ് പറഞ്ഞാൽ മതി അല്ലേ. എ ഈക്വൽ ടു ഇങ്ങനൊരു സബ്സെറ്റ് ഡിഫൈൻ ചെയ്യുന്നതിന് പകരം എ എന്ന് പറയുന്നത് പ്രോപ്പർട്ടി പി സാറ്റിസ്ഫൈ ചെയ്യുന്ന എല്ലാ നമ്പേഴ്സ് അല്ലെങ്കിൽ എല്ലാ എക്സിലെ എലമെൻറ്റ്സ് ആണെന്ന് നമുക്ക് പറയാം. അപ്പോൾ ഏതൊരു സബ്സെറ്റിനെ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം, ഒരു പ്രോപ്പർട്ടി ആയിട്ട് ഡിഫൈൻ ചെയ്യാൻ പറ്റും. നമ്മുടെ കയ്യിൽ ക്യൂ പ്രോപ്പർട്ടീസ് ഉണ്ട്, P1 P2 എക്സെട്ര PQ എന്ന് പറയുന്നത്. ഫോർ M between 0 and Q, E of M എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ് വിച്ച് സാറ്റിസ്ഫൈസ് എക്സാക്ട്ലി M പ്രോപ്പർട്ടീസ്. അതായത് സപ്പോസ് നമ്മുടെ കയ്യിൽ P1 P2 P3 P4 ആണുള്ളത്. E of 2 എന്ന് പറഞ്ഞാൽ എക്സാക്ട്ലി 2 പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന എത്ര എലമെൻറ്റ്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ P1ഉം P2ഉം സാറ്റിസ്ഫൈ ചെയ്യുന്ന എത്ര എലമെൻറ്റ്സ് ഉണ്ട്, അതായത് P1ഉം P2ഉം മാത്രം, P2ഉം P3 മാത്രം സാറ്റിസ്ഫൈ ചെയ്യുന്ന എത്ര എലമെൻറ്റ്സ് ഉണ്ട്, P3 P4 മാത്രം സാറ്റിസ്ഫൈ ചെയ്യുന്ന എത്ര എലമെൻറ്റ്സ് ഉണ്ട്. അതായത് ഫോർ എക്സാമ്പിൾ നമ്മുടെ കയ്യിൽ X1 എന്ന് പറയുന്നത് P1 P2 P3 സാറ്റിസ്ഫൈ ചെയ്യുന്ന എലമെൻറ്റ്സ് ആണ്. X2 എന്ന് പറയുന്നത് P1 P2 സാറ്റിസ്ഫൈ ചെയ്യുന്നത്. X3 എന്ന് പറയുന്നത് P3 P4 സാറ്റിസ്ഫൈ ചെയ്യുന്നത്. X4 എന്ന് പറയുന്നത് P2 P3 P4 സാറ്റിസ്ഫൈ ചെയ്യുന്നത്. X5 എന്ന് പറയുന്നത് P1 സാറ്റിസ്ഫൈ ചെയ്യുന്ന എലമെൻറ്റ്സ് ആണെന്ന് വെച്ചു. അപ്പോൾ ഇതിൽ E of 2വിനകത്ത് നമുക്ക് എടുക്കാൻ പറ്റുന്നത് എക്സാക്ട്ലി 2 പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന എത്ര എലമെൻറ്റ്സ് ഉണ്ട്, എത്ര എണ്ണം ഉണ്ട്, X2 ഉണ്ട്, X3 ഉണ്ട്, അത് രണ്ടേ ഉള്ളൂ അല്ലേ, എക്സാക്ട്ലി 2 പ്രോപ്പർട്ടീസ്. അപ്പോൾ E of 2 എന്ന് പറയുന്നത് ഇവിടെ 2. E of 3 എന്ന് പറയുന്നത് എക്സാക്ട്ലി 3 സാറ്റിസ്ഫൈ ചെയ്യുന്ന ഏതൊക്കെയുണ്ട്,
ഇതുമുണ്ട്, x1 ഉണ്ട്, x4 ഉണ്ട്. ഓക്കെ, E(4) എന്ന് പറയുന്നത് 0, 4 പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ ചെയ്യുന്നൊന്നുമില്ല. അപ്പോൾ E(4) എന്ന് പറയുന്നത് 0. അപ്പോൾ നമുക്കിനി ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ അത് കുറച്ചുകൂടെ ക്ലിയർ ആവും. അതിനു മുമ്പേ ഈ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾ കുറച്ച് ഒരു ഫംഗ്ഷൻ കൂടെ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. W ഓഫ് P1, P2, P3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ജനറലി പറയുകയാണെങ്കിൽ W ഓഫ് Pi1, Pi2, Pi3 എക്സെട്ര Pim എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഓഫ് എസ് ദാറ്റ് possess property Pi1, Pi2, Pi3 എക്സെട്ര Pim. ഫോർ എക്സാമ്പിൾ W ഓഫ് P1, P2, P3 എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ് വിച്ച് സാറ്റിസ്ഫൈസ് ദീസ് 3 പ്രോപ്പർട്ടീസ്. എക്സാക്ട്ലി ഇത് മൂന്നൊന്നല്ല, ഇത് 3 പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന എത്ര എലമെൻറ്റ്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ W ഓഫ് P1 എന്ന് പറഞ്ഞാൽ P1 സാറ്റിസ്ഫൈ ചെയ്യുന്ന എത്ര എലമെൻറ്റ്സ് ഉണ്ട്, ഏതൊക്കെയുണ്ട്? XY P1 സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്, X1 സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്, P1 X2 സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ എത്ര എലമെൻറ്റ്സ് ഉണ്ട്? 3 എലമെൻറ്റ്സ് ഉണ്ട് W ഓഫ് P1 എന്ന് പറയുന്നത്. W ഓഫ് P2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാക്ട്ലി അല്ല, P2 എന്ന് പറയുന്ന പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്ന എത്ര എലമെൻറ്റ്സ് ഉണ്ട്? ഇത് P2 സാറ്റിസ്ഫൈ ചെയ്യുന്നതാ, ഇത് P2 സാറ്റിസ്ഫൈ ചെയ്യുന്നതാ, ഇതും P2 സാറ്റിസ്ഫൈ ചെയ്യുന്നതാ. അപ്പോൾ അവിടെ 3 വരും. W ഓഫ് P3 എന്ന് പറയുമ്പോൾ P3 സാറ്റിസ്ഫൈ ചെയ്യുന്ന ഏതൊക്കെയുണ്ട്? ഇതുണ്ട്. P4 സാറ്റിസ്ഫൈ ചെയ്യുന്ന എത്ര എലമെൻറ്റ്സ് ഉണ്ട്? 2 എണ്ണം. ഇത് 2 എണ്ണമാണ് P4 സാറ്റിസ്ഫൈ ചെയ്യുന്നത്. ഓക്കെ, അതേപോലെ തന്നെ W ഓഫ് P1, P2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ P1ഉം P2ഉം ഒരേ സമയത്ത് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഏതൊക്കെ എലമെൻറ്റ്സ് ഉണ്ട്? ഇത് P1, P2 സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്, ഇത് P1ഉം P2ഉം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പോൾ അവിടെ 2 എണ്ണം വരും. ഓക്കെ, അപ്പോൾ W ഓഫ് Pi1, Pi2 എക്സെട്ര Pim എന്ന് പറഞ്ഞാൽ ഒരേ സമയത്ത് ഇത് ഇത്രയും പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന എത്ര എലമെൻറ്റ്സ് ഉണ്ട്? എക്സാക്ട്ലി അത്രയും പ്രോപ്പർട്ടീസ് അല്ല, ചിലപ്പോൾ ആ എലമെൻറ്റ്സ് അതിൽ കൂടുതൽ പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് ഇത്രയും സാറ്റിസ്ഫൈ ചെയ്യുന്ന എത്ര എലമെൻറ്റ്സ് ഉണ്ട്? ഇനി W ഓഫ് M എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്മേഷൻ ഓഫ് W ഓഫ് Pi1 എക്സെട്ര Pim. അതായത് W ഓഫ് 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് നമ്മുടെ കയ്യിൽ മൊത്തം 4 പ്രോപ്പർട്ടീസ് ആയിരുന്നു. W ഓഫ് 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലെ എല്ലാ 3 കോമ്പിനേഷൻസ് എടുക്കുക. അതായത് W ഓഫ് P1, P2, P3 സാറ്റിസ്ഫൈ ചെയ്യുന്ന എത്ര എലമെൻറ്റ്സ് ഉണ്ട്, P2, P3, P4 സാറ്റിസ്ഫൈ ചെയ്യുന്ന എത്ര എലമെൻറ്റ്സ് ഉണ്ട്, P1, P3, P4 സാറ്റിസ്ഫൈ ചെയ്യുന്ന എത്ര എലമെൻറ്റ്സ് ഉണ്ട്, ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ സം ആണ് W ഓഫ് 3. ഫോർ എക്സാമ്പിൾ W ഓഫ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ W ഓഫ് P1 പ്ലസ് W ഓഫ് P2 പ്ലസ് W ഓഫ് P3 പ്ലസ് W ഓഫ് P4. ഇതുപോലെ 4 പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ ചെയ്യുന്നു. 4 പ്രോപ്പർട്ടീസിൻ്റെ ഇങ്ങനെ സെപ്പറേറ്റ്. അപ്പോൾ W ഓഫ് P1 എന്താ? 3 ആയിരുന്നു. W ഓഫ് P2 എന്താ? 3 ആയിരുന്നു. W ഓഫ് P3 എന്തായിരുന്നു? W ഓഫ് P3 എന്ന് പറയുമ്പോൾ 1, 2, 3. W ഓഫ് P4 എന്താ? P4 സാറ്റിസ്ഫൈ ചെയ്യുന്ന ഇത് 2 ആയിരുന്നു പ്ലസ് 2. അപ്പോൾ W ഓഫ് 1 എന്ന് പറഞ്ഞാൽ ഈ എണ്ണം. W ഓഫ് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ W ഓഫ് P1, P2 പ്ലസ് W ഓഫ് P1, P3. അതായത് ഈ 4 പ്രോപ്പർട്ടീസിൻ്റെ എല്ലാ 2 കോമ്പിനേഷൻസും എടുക്കുക. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ സമ്മാണ് പ്ലസ് എക്സെട്ര. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ സമ്മാണ് W ഓഫ് 2 എന്ന് പറയുന്നത്. അപ്പോൾ W ഓഫ് 0 എന്താ? 0 പ്രോപ്പർട്ടീസ് അല്ലേ? അപ്പോൾ W ഓഫ് 0 നമ്മൾ എപ്പോഴും ഡിഫൈൻ ചെയ്യുന്ന കാർഡിനാലിറ്റി ഓഫ് S ഈക്വൽ ടു N. അതായത് പ്രോപ്പർട്ടീസിന് റെസ്ട്രിക്ഷൻ ഒന്നും പറയുന്നില്ല. ഒരു പ്രോബ്ലം ആണ്. ലെറ്റ് S ഈക്വൽ ടു സെറ്റ് 1 to etc 14. Let P1, P2, P3, P4 be 4 given properties. Assume element J belongs to S, possess property Pi if and only if ijth entry is indicated by tick. ഓക്കെ, അതായത് ഫസ്റ്റ് എലമെൻറ്റ് P1 എന്ന് പറയുന്ന പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്, P2 സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്, P3 ഉണ്ട്, P4 ഉണ്ട്. സെക്കൻഡ് എലമെൻറ്റ് P2 പ്രോപ്പർട്ടി മാത്രമേ ഉള്ളൂ. തേർഡ് എലമെൻറ്റ് P2, P3, P4 സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് ഈ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് E ഓഫ് 0, E ഓഫ് 1, E ഓഫ് 2, E ഓഫ് 3, E ഓഫ് 4 ആണ്. അപ്പോൾ ഇതിനു വേണ്ടി ഒരു ഫോർമുല ഉണ്ട്. അതാണ് ജനറലൈസ്ഡ് പ്രിൻസിപ്പിൾ ഓഫ് ഇൻക്ലൂഷൻ എക്സ്ക്ലൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഫോർമുല എങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യുന്നതെന്നുള്ളത് കാണിക്കാൻ വേണ്ടിയാണ് ഈ പ്രോബ്ലം. അപ്പോൾ ആദ്യമേ നമുക്ക് അതിനു വേണ്ടി W ഓഫ് P1 എന്താണെന്ന് നോക്കാം. W ഓഫ് P1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ P1 പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്ന എത്ര എലമെൻറ്റ്സ് ഉണ്ട്? 1, 2, 3, 4, 5. അപ്പോൾ W ഓഫ് P1 എന്ന് പറഞ്ഞാൽ 5. W ഓഫ് P2 എന്താ? P2 പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്ന എത്ര എണ്ണം ഉണ്ട്? 1, 2, 3, 4, 5, 6, 7, 8, 9. ഓക്കെ, അപ്പോൾ ഇതുപോലെ W ഓഫ് P3, W ഓഫ് P4 എല്ലാം നമ്മൾ കണ്ടുപിടിക്കുക. W ഓഫ് P1, P2 എത്ര എണ്ണം ഉണ്ട്?
അതായത് രണ്ട് പ്രോപ്പർട്ടീസ് ഒരേ സമയത്ത് P1 ഉം P2 ഉം സാറ്റിസ്ഫൈ ചെയ്യുന്ന എത്ര എലമെൻറ്റ്സ് ഉണ്ട്? 1 2 3 എലമെൻറ്റ്സ് അല്ലേ? സോ ദിസ് ഈസ് ഈക്വൽ ടു 3. W ഓഫ് P1 P3 എന്ന് പറയുമ്പോഴും ഒരേ സമയത്ത് P1 ഉം P3 ഉം സാറ്റിസ്ഫൈ ചെയ്യുന്ന 1 2 3 3 ആണ് അല്ലേ? സോ 3 എണ്ണമാണ് ഒരേ സമയത്ത് P1 ഉം P3 ഉം സാറ്റിസ്ഫൈ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ഇതും കണ്ടുപിടിക്കുക. അപ്പോൾ ഇതുപോലെ W ഓഫ് P1 P2 P3 എന്ന് പറയുമ്പോൾ ഒരേ സമയത്ത് P1 ഉം P2 ഉം P3 ഉം സാറ്റിസ്ഫൈ ചെയ്യുന്ന എത്ര എലമെൻറ്റ്സ് ഉണ്ട്? 1 2 2 എലമെൻറ്റ്സ് ആണല്ലേ? ഓക്കെ, ഇതുപോലെ ബാക്കി കണ്ടുപിടിക്കുക. അപ്പോൾ W ഓഫ് 0 എന്തായിരുന്നു? കാർഡിനാലിറ്റി ഓഫ് എസ് എന്നാണ് പറഞ്ഞത്. കാർഡിനാലിറ്റി ഓഫ് എസ് എന്ന് പറയുമ്പോൾ 14, മൊത്തം 14 എലമെൻറ്റ്സ് ആണല്ലേ? W ഓഫ് 1 എന്താ? സിഗ്മ W ഓഫ് PI1. ഞാൻ പറഞ്ഞില്ലായിരുന്നു ഒരു പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്ന എല്ലാ എലമെൻറ്റ്സിൻ്റെയും കൂടെ കളക്ഷൻ. അപ്പോൾ W അതായത് W ഓഫ് P1 പ്ലസ് W ഓഫ് P2 പ്ലസ് W ഓഫ് P3 പ്ലസ് W ഓഫ് P4. ഓക്കെ, ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ W ഓഫ് 1 കിട്ടും. ഇതുപോലെ W ഓഫ് 2 എന്ന് പറയുമ്പം എല്ലാ 2 കോമ്പിനേഷൻസും W ഓഫ് P1 P2 പ്ലസ് W ഓഫ് P1 P3 ഇങ്ങനെ എല്ലാ കോമ്പിനേഷൻസും കൂടെ ആഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് W ഓഫ് 2 കിട്ടും. ഇതുപോലെ തന്നെ W ഓഫ് 3 W ഓഫ് 4 കണ്ടുപിടിക്കുക. അപ്പോൾ E ഓഫ് 0 എന്ന് പറയുന്നത് നമുക്ക് ഇതിനകത്തുനിന്ന് E ഓഫ് 0 എന്ത് കിട്ടും? E ഓഫ് 0 എന്ന് പറയുന്നത് എക്സാക്ട്ലി ഒരു പ്രോപ്പർട്ടിയും സാറ്റിസ്ഫൈ ചെയ്യാത്ത എത്ര എലമെൻറ്റ്സ് ഉണ്ട്? ഇതൊന്നും സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല, ഈ എലമെൻറ്റും ഒന്നും സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. അപ്പോൾ E ഓഫ് 0 ഈക്വൽ ടു 2. E ഓഫ് 1 എന്താ കിട്ടുന്നത്? എക്സാക്ട്ലി ഒരു പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്ന എത്ര എലമെൻറ്റ്സ് ഉണ്ട്? ഇത് എക്സാക്ട്ലി ഒരു പ്രോപ്പർട്ടിയാണ് സാറ്റിസ്ഫൈ ചെയ്യുന്നത്, ഇതും എക്സാക്ട്ലി ഒരു പ്രോപ്പർട്ടിയാണ് സാറ്റിസ്ഫൈ ചെയ്യുന്നത്. അതായത് ഒരു ടിക്ക് മാത്രമേ ഉള്ളത്. 3 4. സോ E ഓഫ് 1 ഈക്വൽ ടു 4 കിട്ടും. 1 2 3 4. E ഓഫ് 2 എന്ന് പറയുമ്പോൾ എക്സാക്ട്ലി രണ്ട് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്ന എത്ര എലമെൻറ്റ്സ് ഉണ്ട്? രണ്ട് ടിക്ക് വരുന്ന ഏതൊക്കെയുണ്ട്? 1 2 3 4 4 വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതുപോലെ നമുക്ക് E ഓഫ് 3 കണ്ടുപിടിക്കാം, E ഓഫ് 4 കണ്ടുപിടിക്കാം. E ഓഫ് 3 എന്ന് പറയുമ്പം 1 2 2 അല്ലേ? E ഓഫ് 3 എന്ന് പറയുമ്പോൾ ഈക്വൽ ടു 2. E ഓഫ് 4 4 പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്ന ഇതുണ്ട് ഇതുകൊണ്ട് അല്ലേ? സോ ദിസ് ഈസ് ഓൾസോ ഈക്വൽ ടു 2. ഇനി നമുക്ക് തിയറം അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ E ഓഫ് 0 ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ ഫോർമുല അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ജനറലൈസ്ഡ് പ്രിൻസിപ്പിൾ ഓഫ് ഇൻക്ലൂഷൻ എക്സ്ക്ലൂഷൻ അപ്ലൈ ചെയ്താൽ E ഓഫ് 0 എന്ന് പറയുന്നത് W ഓഫ് 0 മൈനസ് W ഓഫ് 1 പ്ലസ് W ഓഫ് 2 മൈനസ് W ഓഫ് 3 പ്ലസ് W ഓഫ് 4. ഇത് ചെയ്ത് കഴിയാൻ നേരം നമ്മൾ ഈ വാല്യൂ എല്ലാം ഇട്ട് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് 2 തന്നെ കിട്ടും. അതായത് GPI ഇതിനകത്ത് അപ്ലൈ ചെയ്ത് നോക്കുക, വെരിഫൈ ചെയ്ത് നോക്കുക LHSഉം RHSഉം സെയിം ആണെന്നുള്ളത്. ഇതെങ്ങനെയാണ് ഈ ടേംസ് എല്ലാം കണ്ടുപിടിക്കുന്നതെന്ന് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇത് ക്ലിയർ ആണെങ്കിലേ നമുക്ക് തിയറത്തിൻ്റെ പ്രൂഫ് പറയുമ്പോൾ മനസ്സിലാവുള്ളൂ.